ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ഡിന്നർ കഴിച്ച് വന്നിട്ടുണ്ട്. സോ നമ്മളത് റെഡിയായി ഷൂ ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് നമുക്ക് പോകാനായിട്ട്. പക്ഷേ നമ്മൾ ട്രെയിനിൽ പോകുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് ഇല്ല ഗൈസ്. ടിക്കറ്റ് കിട്ടിയില്ല. നമ്മൾ നേരത്തെ 2 മാസം മുമ്പ് നോക്കിയിട്ടും ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നലെ നമ്മൾ തത്കാലം നോക്കിയിട്ടും ടിക്കറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോകാണ്ടിരിക്കാനും വഴിയില്ല. അതുകൊണ്ട് നമ്മൾ അൺറിസർവ്ഡിലാണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി വേണം പോകാനായിട്ടും. സോ 2 ട്രെയിനാണ് നമ്മുടെ അങ്കമാലിയിലേക്ക് നമുക്ക് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ 9:30-ക്കാണ്. അപ്പോൾ അത് തിരക്കുണ്ടെങ്കിൽ അതിൽ കയറാണ്ട് നെക്സ്റ്റ് ട്രെയിൻ 10:45 ട്രെയിനിന് കണ്ടുവരും. സോ എന്തായാലും ഏതിനാ തിരക്ക് എന്താണെന്നൊന്നും അറിയില്ല. സോ എന്തായാലും നമുക്ക് എന്തായാലും നേരത്തെ പോയി നോക്കാം. ആദ്യത്തെ ട്രെയിനിൽ കയറാൻ പറ്റണമെങ്കിൽ അതാണല്ലോ നല്ലത്. അങ്ങനെ വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങട്ടെ ഗൈസ്. നമ്മൾ ഡോറൊക്കെ പൂട്ടി റൂം ഓൾ ലോക്ക്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാവരും പോയി നമ്മളാണ് ലാസ്റ്റ്. ഒക്കെ സെറ്റാണ്. പോയി ടിക്കറ്റ് എടുക്കാം ഗൈസ്. ഒരു മിഷൻ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ ടിക്കറ്റ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്. സോ എവിടെ എത്തിയത് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കമാലി സ്റ്റേഷനിൽ. സോ ഇവിടെ നല്ലോണം കോടിറങ്ങിയിട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മളങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ട്രെയിൻ യാത്ര എന്ന് കുറിച്ച് പറയാൻ വൻ സീനായിരുന്നു ഗൈസ്. കാരണം അൺറിസർവ്ഡിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാ കോളേജുകൾക്കും സ്കൂളുകൾക്കൊക്കെ ഒരേ സമയത്തായിരുന്നു നമുക്ക് വിൻ്റർ വെക്കേഷൻ ലീവ് കൊടുക്കുന്നത്, ക്രിസ്മസിന് വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ കാട്ട്പാടിന് കയറുമ്പോൾ തന്നെ തിരക്കുണ്ടായിരുന്നു. കാരണം ചെന്നൈയിൽ നിന്നുള്ള കോളേജുകാരും ഒക്കെ കയറിയിട്ട് തിരക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സേലം എത്തിയപ്പോൾ എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി. പക്ഷേ സേലത്തിൽ നിന്നും കുറേ പേര് അത് കയറാൻ പറ്റാണ്ട് കുറേ പേര് പുറത്ത് നിന്ന് അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൽ. കോയമ്പത്തൂർ എത്തിയപ്പോൾ ആൾക്കാർ, പാലക്കാട് എത്തിയപ്പോൾ ആൾക്കാർ, തൃശ്ശൂർ എത്തിയപ്പോഴും ഒക്കെ സീൻ. നമ്മളെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. സോ എല്ലാവരും കയറി ഇറങ്ങണതിനനുസരിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സീനായിരുന്നു. മുമ്പ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അൺറിസർവ്ഡ് വരുമ്പോൾ സേലം കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം കാലിയാവും. കാരണം തിരക്കും കാര്യങ്ങളൊക്കെ കുറയും. പക്ഷേ ഇതിപ്പോൾ ആൾക്കാർ ഒരു 10 പേര് ഇറങ്ങുകയാണെങ്കിൽ ഒരു 15 പേര് ഉള്ളിൽ കയറുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്ന്. സോ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാണിച്ചാൽ വന്നിട്ട് അങ്ങനെ കുളിച്ച് ഒന്ന് ഫ്രഷായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മമ്മിയും അജാക്സും വീട്ടിലില്ല. സോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പയ്യെ പറയാം. സോ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ മാഗി ഇരിപ്പുണ്ടായിരുന്നു. സോ മാഗി നമ്മൾ പൊടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത് ഫുൾ നമ്മൾ ക്രഷ് ചെയ്ത് സെറ്റാക്കട്ടെ. എന്നിട്ട് നമ്മൾ മാഗി അല്ല ആക്ച്വലി നമ്മുടെ ഇത് ഏതായിരുന്നു കമ്പനി, ചിങ്സ് സീക്രട്ടിൻ്റെ ഹോട്ട് ഗാർലിക് ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ്. ഐ ലവ് ദേശി ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എന്തായാലും ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ഉണ്ടാക്കി സെറ്റായിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ നൂഡിൽസ് സെറ്റായിട്ടുണ്ട്. സോ ഇച്ചിരി വെള്ളത്തോടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഭയങ്കര വെള്ളം വറ്റിച്ചിട്ടൊന്നുമല്ല. സോ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പോയി വന്നിട്ട് നമുക്ക് ഉച്ച കഴിക്കാനുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ പാസ്റ്റയാണ് ഉണ്ടാക്കിയത്. കാരണം ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് എല്ലാ ദിവസവും നമ്മൾ മെസ്സിലും ചോറ് തന്നെയല്ല കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ നോക്കിയപ്പോൾ മമ്മി പാസ്റ്റ ഓൾറെഡി പൊട്ടിച്ച പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, എടുത്ത് അങ്ങോട്ട് പാസ്റ്റ ഉണ്ടാക്കി. സോ നമുക്ക് ചിക്കനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുട്ട വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. മുട്ടയും പിന്നെ ഫ്രോസൺ വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയായിരിക്കും. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടില്ലേ ഗൈസ്? സീനായിട്ടില്ലേ? സോ എന്തായാലും ഞാൻ കഴിക്കട്ടെ ഗൈസ്. എന്തായാലും ഞാൻ കഴിക്കട്ടെ.
ഗൈസ് ഒരു എക്സൈസ് ഞാൻ ഉണ്ടാക്കിയോണ്ട് വളരെ സംഭവം സീനായിട്ടുണ്ട്. നമുക്ക് ചിക്കനില്ലാത്തതുകൊണ്ട് നമ്മളെ മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സംഭവം കിടക്കിയിട്ടുണ്ട്. സക്സസ്. സോ എന്തായാലും ഞാൻ കഴിക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ പാസ്ത കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ കഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി മധുരത്തിന് വേണ്ടി നമ്മൾ ക്യാമറയുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം നമ്മൾ മാർക്കോ സിനിമ കണ്ട് വരുമ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇത് തുറന്ന് നമുക്ക് കഴിക്കാം. ഐസ് നമ്മൾ തുറന്നിട്ടുണ്ട്. സോ ഇത് റെഡ് വെൽവെറ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടിയിലാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ പോണാണ് കേട്ടോ വരുന്നത്. കുളം കഴിച്ച് നൈസായിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിലുള്ള പോലെ പൊടി മുകളിൽ ഇട്ടുണ്ട് കേട്ടോ. സോ സംഭവം നൈസായിട്ടുണ്ട്. എന്തായാലും കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിനി ഒരു ടൂർ പോകാൻ പോവുകയാണ്. സോ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. സോ എങ്ങടാന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ കിടക്കുന്ന ഫ്ലാഗ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ മമ്മിയും അജാക്സും ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും കൂടിയേ പോകാനുള്ളൂ. സോ ഈ ഫ്ലാഗാണ് നിങ്ങൾക്കുള്ള ക്ലൂ കണ്ടുപിടിക്കാൻ വെച്ചാൽ കണ്ടുപിടിക്കുക. നാളത്തെ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും